തമിഴ്നാടിന് കപ്പൽശാലകൾ സ്ഥാപിക്കുന്നതിനായി 30,000 കോടി രൂപയുടെ നിക്ഷേപം. കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സുമാണ് നിക്ഷേപം നടത്തുന്നത്. ഇതോടെ ലോക മാരിടൈം ഭൂപടത്തിൽ തമിഴ്നാടും ഇടം നേടും. കേരളം കപ്പൽ നിർമ്മാണ കമ്പനികളുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് തമിഴ്നാട് വികസനത്തിന്റെ പുത്തൻ വാതിലുകൾ തുറക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച ഗ്രീൻഫീൽഡ് കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാനായിട്ടാണ് 30,000 കോടി രൂപയുടെ നിക്ഷേപം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മെഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലൂടെയാണ് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നത്. 2 ധാരണാപത്രം ഒപ്പിടുന്നതിലൂടെ 55,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കൂടാതെ കപ്പൽ നിർമ്മാണ മേഖലയിലും നൂതന സാങ്കേതിക വിദ്യയിലും തമിഴ്നാട് ഒരു ആഗോള ഹബ്ബായി മാറും. അതേസമയം പദ്ധതികൾ തമിഴ്നാട് സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള ശ്രമവും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാർ തുറമുഖ മേഖലയിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ തട്ടിക്കളയുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. പൂവാർ മേഖലയിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ കത്ത് നൽകിയിട്ടും ആ കത്തിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കപ്പൽ നിർമ്മാണശാല കൂടി വരികയാണെങ്കിൽ അന്താരാഷ്ട്ര മാരിടൈം മേഖലയിൽ കേരളത്തിന് വലിയൊരു നേട്ടമായിരിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 9 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്താനായി കത്ത് നൽകിയത്. എന്നാൽ കേരളം മാത്രം മറുപടി നൽകിയില്ല. തമിഴ്നാട് പുതിയ കപ്പൽ നിർമ്മാണശാലകൾ വരുന്നതോടെ ദക്ഷിണ ഭാരതത്തിൽ പുതിയൊരു വികസന വാതിൽ കൂടിയാണ് തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.